ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണ്. അപ്പം ഞാനും എൻ്റെ ബ്രദറും കൂടി കണ്ണാടിയൊക്കെ വെച്ച് പുറത്തോട്ടാണ്. ബിക്കോസ് നമ്മൾ പഴങ്കഞ്ഞി കുടിക്കാൻ പോവുകയാണ് ഗേസ്. അപ്പോൾ വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ പൊട്ടിപ്പോയി, അതൊന്നും ആരും മൈൻഡ് ചെയ്യണം. പിന്നെ ഉച്ചയാണെങ്കിൽ ഉച്ച, അതൊന്നും നോക്കിയില്ല. പഴങ്കഞ്ഞിക്ക് പഴങ്കഞ്ഞി എൻ്റെ ഫേവറേറ്റ് ആണ് ഗേസ്, പഴങ്കഞ്ഞി. അപ്പോൾ ഞങ്ങൾ കിള്ളി പാലത്താണ് എത്തിയത്. അതിൽ മരിച്ചിനി, കരുവാട്, ചൂരമീൻകറി എല്ലാം ഉണ്ടായിരുന്നു. കാണാൻ നല്ല റിച്ച് ലുക്കായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് കുടിക്കുന്നതിനേക്കാളും നല്ല ലുക്കായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ വീട്ടിലുള്ള പഴങ്കഞ്ഞിയാണ് ഇഷ്ടം. ബിക്കോസ് ഇതിൽ ഭയങ്കര എരിയായിരുന്നു ഗേസ്. എനിക്ക് എരി ഒട്ടും പറ്റില്ല. ഇതിൽ ഒരുപാട് മുളകുണ്ടായിരുന്നു, ഉടങ്ങല്ലി, കാന്താരി, അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ മുളകുണ്ട്. എനിക്ക് കുടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. ഞാൻ എരിഞ്ഞ് മരിച്ചു അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷേ എന്ന് പറഞ്ഞ് വിട്ടൊന്നും കൊടുക്കില്ല. ഞാൻ നക്കി വഴിച്ച് കുടിച്ചിട്ടുണ്ട്. ആ ചട്ടിയിൽ വെള്ളം പോലും കളഞ്ഞിട്ടില്ല, അത്രയും കുടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മൂപ്പിലാൻഡ്സ് കിച്ചൺ, കിള്ളിപ്പാലത്താണ് കട. ഒരു പഴങ്കഞ്ഞിക്ക് 120 രൂപയാണ്, വർത്താണ് കേസ്. പിന്നെ കുഞ്ഞു കടയാണ് കേട്ടോ, പക്ഷെ നിറയെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ നേരെ ഞാൻ എൻ്റെ ബ്രദറും കൂടെ പുഞ്ചക്കടലിലോട്ടാണ്. എൻ്റെ ഫേവറേറ്റ് പ്ലേസാണ് കേസ്. ഇത് കിരീടം പാലമാണ് കേട്ടോ. അവിടെ എത്തി കുറേ നേരം വൈബൊക്കെ അടിച്ചു. ഞാൻ ഒരുപാട് കറങ്ങിയിട്ടുള്ള പ്ലേസാണ്. ഒരാളുടെ ഇപ്പം എൻ്റെ കൂടെ ആളില്ല, പക്ഷേ എൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ബ്രദറും കൂടെ കുറച്ച് നേരം അവിടെ നിന്ന് വൈബൊക്കെ അടിച്ചു. എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് ഡക്ക്, താറാവ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഗീഫ്. ആ ജീവിയോടല്ല താറാവ് ഇറച്ചിയോട് എൻ്റെ ഫേവറേറ്റ് ആണ് താറാവ് ഇറച്ചി. താറാവിനെ കടവും പെട്ടെന്ന് എനിക്ക് ഇറച്ചിയുടെ ഓർമ്മ വരും. പിന്നെ എൻ്റെ ബ്രദർ പറഞ്ഞു 100 രൂപ തന്നാൽ നീ ഡാൻസ് കളിക്കുന്നു. അതിനെന്താ 100 രൂപയാണ് എനിക്ക് മുഖ്യം. പിന്നെ ഞാൻ അവിടെ കിടന്ന് കുറച്ച് നേരം ഡാൻസ് കളിച്ചു, പട്ടിഷയായിരുന്നു. പിന്നെ കുറച്ച് നേരം ഓർമ്മകളൊക്കെ ആഴവിറക്കി അവിടെ കിടന്ന് നല്ല വൈബായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്നാണെങ്കിൽ തിരിച്ച് പറഞ്ഞ വഴിയിൽ 10 രൂപയ്ക്ക് തണ്ണിമത്തം നട്ടു. പിന്നെ തണ്ണിമത്തനും കുടിച്ച് നേരെ വീട്ടിലോട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.